എന്ത് ചെയ്താലും ഒരു ലോകത്തെ ഏറ്റവും മനുഷ്യൻ്റെ പീഡനം എന്നറിയോ? മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ദുർവിധി. കാരണം ഞാൻ ശരിയാടോ ഒന്ന് വിശ്വസിക്കണോ എന്ന് ആരോട് നമ്മൾ മാത്രം ഇരുന്ന് വിഷമിക്കും. എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ജീവിതത്തിൽ ചില വലുതല്ലെങ്കിലും കുറേ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് ആരോട് പറയും? അപ്പോൾ അത് പിന്നെ ആര് പറഞ്ഞാലും അത് വേറെ ഓപ്പോസിറ്റായിട്ടായിരിക്കും. അവിടെയാണ് വെറുപ്പ് വിറ്റ് ജയിക്കുന്നവരുടെ ഈ നാട്ടിൽ നീ അൺവിറ്റാടാ പ്രിൻസ് എന്ന് പറയും. ഈ മീഡിയ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് സിനിമ മീഡിയ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയക്ക് സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാൻ, കാരണം സിനിമ ഒരു വട്ടമല്ലേ ഉള്ളൂ. മീഡിയക്ക് എത്ര വട്ടം വേണമെങ്കിൽ ആ സിനിമ എടുത്ത് അതിൻ്റെ പുതിയ പുതിയ വേർഷൻസ് ഉണ്ടാക്കാം. അപ്പം ആ ഒരു ഏരിയ ടച്ച് ചെയ്യുമ്പോൾ പേടിയുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ആളുകൾ എടുക്കുക, മീഡിയനെ ഇങ്ങനെ ഓപ്പൺലി വിമർശിച്ചാൽ എത്രത്തോളം അത് പ്രശ്നം വരും, അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ മീഡിയനെ വിമർശിച്ചിട്ടില്ലല്ലോ അങ്ങനെ. അല്ല അങ്ങനെയല്ല, ഫാക്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വാർത്ത കൊടുക്കാൻ, മനുഷ്യത്വണ്ടാവണം വാർത്ത. അതിന് വിമർശിക്കരുത്, യാഥാർത്ഥ്യം പറഞ്ഞല്ലേ വിമർശനമായിട്ട് എടുക്കണ എന്തിനാ? സത്യമല്ലേ? അപ്പൊ അതിന് ഒരു സത്യം പറയണതിന് നമ്മളെന്തിനാ പേടിക്കണേ? നിങ്ങൾ തിരിച്ചറിയണമെന്നല്ലേ പറയുന്നുള്ളൂ. കാരണം നമ്മള് ഈ റേറ്റിംഗ് കൂട്ടുക, ഇതാവാ, അവൻ കൊടുത്തു അതിൻ്റെ മേളിൽ ഇവൻ കൊടുക്കുക, ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനുഷ്യരാണ് എല്ലാവരും. അവിടെ നിങ്ങൾ അങ്ങനെയല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ പോകുന്ന പോക്കിൽ നമ്മൾ എത്ര ജീവിതങ്ങൾ കുരുതി കൊടുത്തിട്ട് ഈ പോയിക്കൊണ്ടിരിക്കണേന്ന് പറഞ്ഞാൽ അത് ആലോചിക്കണം.